विद्महे महादेवाय धीमहि तन्नो रुद्र प्रचोदयात्। ॐ तत्पुरुषाय 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 विद्महे महादेवाय धीमहि तन्नो रुद्र। പാല വെള്ളാപ്പാട് എന്ന സ്ഥലത്ത് അരമനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കപ്പ നടാൻ വന്നപ്പോൾ ഇവിടെ JCB വെച്ച് തുരന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണ്ടത്തെ ക്ഷേത്രത്തിലെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളുമൊക്കെ കണ്ടെത്തിയത്. ക്ഷേത്രാചാര്യന്മാർ പറയുന്നത് ഇത് ശിവലിംഗമാണ് എന്നാണ്. ശിവപ്രതിഷ്ഠയുടെ സൂചനകളാണ് ഇവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആരാണ് കണ്ടത് ആദ്യം? അത് കണ്ട് ഈ കപ്പയ്ക്ക് ഉടലെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് മാന്തി എടുത്ത് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്? മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഇത് കണ്ടു അവിടെ കാവിലറിഞ്ഞു. അവർ വന്ന് അത് നൂർത്ത് വെച്ച് തിരിവെച്ചു പോയി. ഇത് ആരുടെ സ്ഥലമാണ്? ഇത് പാല അരമനയുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഇതിന് ഐതിഹ്യം ഉണ്ടോ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെതൊന്നും അറിയത്തില്ല. ഒരു 100-200 വർഷം മുമ്പ് അമ്പലം ഉണ്ടായിരുന്നു പറയപ്പെടുന്നു അല്ലേ? അപ്പം അങ്ങനെയുള്ള പറഞ്ഞു കേൾവിയാ നമുക്കുള്ളൂ. 200 വർഷം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. നമ്മുടെ അപ്പനപ്പൂപ്പൻ്റെ കാലത്താണ്. ഓക്കെ, അപ്പം അത്രയും പഴക്കമുള്ളതാണോ ഇത്? അത്രയും പഴക്കമുള്ളതാണെന്നാണ് പറഞ്ഞത്. നല്ലോണം ആഴത്തിൽ കുഴി എടുത്തപ്പോഴാണോ കിട്ടിയത്? അല്ല, ഈ കപ്പയോടെല്ലാം എടുത്തതല്ലേ ഉള്ളൂ. അന്നേരം എന്നെ ആഴത്തിലെടുക്കും. അപ്പം ഇതിനു മുമ്പ് ഈ ഒരു പരിസരം എങ്ങനെയായിരുന്നു? ഇത് റബ്ബർ തോട്ടമായിരുന്നു. അപ്പം ഇപ്പോഴാണ് അതിങ്ങനെ റബ്ബർ വെട്ടി കഴിഞ്ഞപ്പോഴാണ് കപ്പയിടാനായിട്ട് JCB ഒക്കെ വന്ന് ഉടലെടുത്ത്. ഈ ഒരു കാര്യം അരമനയും വളരെ മതസൗഹാർദ്ദപരമായാണ് നേരിടുന്നത്. ഇവിടെ മതപരമായ ഒരു പ്രശ്നങ്ങളുമില്ല. കുറേ മീഡിയ ചാനലുകളും മറ്റും വന്ന് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നോക്കേണ്ട എന്നാണ് ഇവിടെ അയൽവക്കത്തുള്ള എല്ലാവരും പറയുന്നത്. ഇങ്ങനൊരു കാര്യം കണ്ടപ്പോൾ എന്താ തോന്നിയത്? തോന്നിയെന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ വിഗ്രഹമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കണ്ടതിൽ. കാരണം ഇത്രത്തോളം ഒരു ഐതിഹ്യം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ, അതെങ്ങനെയായിരുന്നു കേൾവി? എങ്ങനെയായിരുന്നു കേട്ടുകേൾവി? ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഇവർ വരുമ്പോഴൊക്കെ ഇവിടെ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളെന്നാണ് പറഞ്ഞു. അതേതോ കുഴിയിലൊക്കെ ഇട്ട് മൂടിയെന്നൊക്കെ അറിഞ്ഞിട്ട്. കാരണം ഇപ്പൊ ഇവിടെ മൊത്തം വൃത്തിയാക്കിയ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഒരു കാട് പോലെ ആയിരുന്നു. റബ്ബർ തോട്ടം വേണ്ടി ഇപ്പൊ 2-3 വർഷമായതുള്ളൂ. കഴിഞ്ഞ വർഷം കപ്പ നട്ട സ്ഥലമായത്. ഇപ്പൊ കപ്പ പറിച്ചിട്ട് ഇപ്പൊ ഒരു 2-3 ആഴ്ച ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അവര് JCB കൊണ്ടുവന്ന് ഈ മണ്ണ് മാന്തിയപ്പോഴാണ് ഇത് ഇങ്ങനെ പൊങ്ങി വന്നതാണ്. ഇത് വലുതായിട്ട് വലിയ കുഴിയല്ലേ, വലിയ കൂമ്പലല്ലേ എടുത്തത്. അപ്പൊ JCB കൊണ്ട് മാന്തിയപ്പം ഇത് ഇളകി വന്നതാണ്. അപ്പോൾ ചേട്ടാ, ഇതിങ്ങനെ ഇപ്പൊ കണ്ടതിന് ശേഷം എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇല്ല അല്ലേ? തർക്കമില്ല, അവിടെ ഇരിക്കട്ടെ എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ അമ്പലത്തിലെ ആൾക്കാർ പറയുന്ന അനുസരിച്ച് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ സമയം ആയിട്ടില്ല. ഇനി ഒത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ബിഷപ്പ് ഹൗസിൽ തന്നെ അവർ പറഞ്ഞു ഇത് എങ്ങനെയാണോ ആചാരപ്രകാരം കൊണ്ടുപോയിക്കോ എന്നുള്ളൊരു നല്ല നിലപാടാ പറഞ്ഞത്. തർക്കമൊന്നുമില്ല, തർക്കമൊന്നും ഇതുവരെ ഇല്ല അല്ലേ? അപ്പോ ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, തർക്കമൊന്നും ഇതുവരെ ഇല്ല അല്ലേ? കാരണം ഓക്കെ, രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നുണ്ട്. ഞാൻ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നത് ഇവിടെ. ഇപ്പൊ കത്തിക്കും 6 മണിയാകുമ്പോഴത്തേക്കും. വെള്ളാപ്പാട്ട് കാവിലെ പോകുന്ന ആളല്ലേ ഞങ്ങള്. ഒത്തിരി പേര് ആചാര്യന്മാര് വന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? ഇല്ല, ആചാര്യന്മാര് വന്ന് മന്ത്രങ്ങളൊന്നും. അമ്പലത്തിലെ തിരുമേനി വന്നു എന്നുള്ളൂ.
ഒന്ന് ഇതാണോന്ന് ഇങ്ങനെ വിഗ്രഹമാണോന്നൊന്ന് സ്ഥിരീകരിക്കാനായിട്ട് വന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നും ഇവിടെ ഒരു ചടങ്ങും നടന്നിട്ടില്ല. ഓക്കെ, ഞങ്ങൾ വിളക്ക് കത്തിക്കുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുനേരം. അല്ലാതെ വേറെ ഒരു തരത്തിലും ഇല്ല ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല അല്ലേ? അപ്പൊ ഇവിടെ തന്നെ ഒരു അമ്പലം പണിയണം അങ്ങനെയുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ലല്ലോ? ഇല്ല, അങ്ങനെ പണിയാൻ പറ്റുകയില്ല. ഇതിലൊത്തിരി കാര്യങ്ങളുണ്ടേ. ദേവപ്രശ്നം വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് പിന്നെ വേറൊരാളുടെ സ്ഥലമല്ലേ, പിന്നല്ല. അപ്പൊ അത് രണ്ടു കൂട്ടരും കൂടെ യോജിച്ചുകൊണ്ട് എന്തെങ്കിലും നടത്താനേ പറ്റുള്ളൂ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അല്ലാതെ ഒരു തർക്കം നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം വരുക, ഉത്സവം കഴിഞ്ഞിട്ടെന്നുള്ളതാണ്. ഞാൻ അമ്പലത്തിൽ പോയി, അപ്പൊ തിരുമേനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് അതുവരെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് പോകാമെന്ന്. അത് കഴിഞ്ഞെന്തെങ്കിലും തീരുമാനം ഉണ്ടാവുള്ളെന്നാണ് എൻ്റെ അറിവ്. വളരെ മതസൗഹാർദ്ദപരമായിട്ടാണ് പിന്നെ 10-24 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അവർക്കാർക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. കേട്ടുകേൾവി ഉണ്ടായിരുന്നു. 10-200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അമ്പലമുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കേട്ടുകേൾവി മാത്രമായിരുന്നു. ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു എല്ലായിടത്തും. അത് കഴിഞ്ഞ് ഈ റബ്ബർ തോട്ടം നിരത്തി ഇവിടെ കപ്പ നടാൻ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അത്ഭുതം എല്ലാവരും കാണുന്നതും അറിയുന്നതും. ചേച്ചി, ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ തന്നെ ആയിരുന്നോ? പൊങ്ങിയല്ല, ഇങ്ങനെ കിടക്കുമായിരുന്നു പറഞ്ഞത്. അത് അമ്പലത്തിലെ ആൾക്കാർ വന്ന് നിവർത്തി വെച്ചു. ഇങ്ങനെയൊരു ശിവലിംഗവും മറ്റും കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിനുശേഷം എല്ലാ ദിവസവും അയൽവാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും രാവിലെയും വൈകിട്ടും തിരിതെളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷവും വിശ്വാസവും എല്ലാം കൊണ്ടാണ്. ഇവിടെ ക്ഷേത്രാചാര്യന്മാർ പറയുന്നത് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഈ ശിവലിംഗം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയ വെള്ളപ്പാട്ട ദേവി ഇവിടുത്തെ തന്നെയാ. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ വരുമ്പോ അമ്പലം ഉണ്ട്, അതല്ലേ അറിയത്തുള്ളൂ. ബാക്കിയായിട്ട് ഇപ്പൊ ഇങ്ങനെ അപ്പം അതിൻ്റെ ഈ മാറ്റി കഴിയുമ്പം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു മനക്കാരെയാണല്ലോ അവര്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, എല്ലാവരും സഹോദരങ്ങളെ പോലെ. എന്തായാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ മതപരമായ ഒരു തീവ്ര പ്രശ്നമൊന്നും ഇവിടെയില്ല. ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കണം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള തർക്കങ്ങളോ ഒന്നും ഇവിടെയില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ. വളരെ മതസൗഹാർദ്ദപരമായിട്ടാണ് പാലായിലെ വെള്ളാപ്പാട് എന്ന ഈയൊരു ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു ശിവപ്രതിഷ്ഠയും ശിവലിംഗവും കണ്ടപ്പോൾ ആളുകളടക്കം പ്രതികരിക്കുന്നത്. ഒരു പ്രശ്നത്തിനുള്ള സാഹചര്യം ഒരു തരിമ്പ് പോലും ഇല്ല. കുറച്ചുകൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാണ്. അതാണ് എന്നാന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അച്ഛന്മാർ ചുമ്മായിരിക്കുമോ? ഇല്ല. അപ്പം ഒരു പള്ളിയുടേതും അല്ല, ഒരു മതത്തിൻ്റെ. കാരണം അങ്ങനെ മതപരമായ പ്രശ്നങ്ങളൊക്കെ വരാൻ ഇത് നോർത്ത് ഇന്ത്യ ഒന്നുമല്ലല്ലോ, ഇത് കേരളമാണ്. ഇവിടെ എല്ലാവരും മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരാണ്. ആ സൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ പാലായിലെ വെള്ളാപ്പാട് ശിവലിംഗ പ്രതിഷ്ഠ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലായത്.